തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന് പരാതി. എഴുകോൺ സ്വദേശിയായ 14 വയസ്സുകാരന് ഡോസ് കൂട്ടി മരുന്ന് നൽകി എന്നാണ് പരാതി. മരുന്ന് കഴിച്ച കുട്ടിക്ക് മനോനില തെറ്റിപ്പോയി എന്ന് മാതാപിതാക്കൾ. കുടുംബം ഫാർമസി ജീവനക്കാർക്കെതിരെ സൂപ്രണ്ടിന് പരാതി നൽകി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അമൽ തേൻപറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ചികിത്സാ പിഴവുകളുടെ പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ മറ്റ് ആശുപത്രികളെ അപേക്ഷിച്ച് പരാതികൾ കുറവായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ പരാതികൾ ഉയരുന്നൊരു സ്ഥലമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ അത്തരത്തിലൊരു പരാതി ഉയരുകയാണ്. എന്താണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത്? മനോനില തെറ്റുന്ന തരത്തിൽ ആയി എന്ന് വരെ പറയുന്നുണ്ട് പരാതിയിൽ. വിശദാംശങ്ങൾ എന്താണ്? മോദി, ഈ കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ ഡോക്ടർ ഒരു മരുന്ന് എഴുതി നൽകുന്നു. ആ മരുന്ന് വാങ്ങാനായി ഫാർമസിയിലേക്ക് ചെല്ലുന്നു. ഫാർമസിയിൽ ആ ഡോക്ടർ എഴുതിയ കുറിപ്പ് കൊടുക്കുമ്പോൾ അവിടെ നിന്നും നൽകുന്ന മരുന്ന്, ഡോക്ടർ എഴുതിയ ഡോസ് മരുന്നത് തന്നെയാണ്. മരുന്ന് മാറിയിട്ടില്ല, പക്ഷേ മരുന്നിൻ്റെ ഡോസിൽ മാറ്റമുണ്ടായി. ഈ കുട്ടി 4 ദിവസം തുടർച്ചയായി മരുന്ന് കഴിക്കുകയും കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കുട്ടിയുടെ മനോനില തെറ്റിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. കുട്ടിയുടെ പിതാവിന്, സ്വന്തം പിതാവിന്, എഴുകോൺ സ്വദേശിയായ രതീഷ് എന്നാണ് കുട്ടിയുടെ പിതാവിൻ്റെ പേര്. ആ കുട്ടിയുടെ പിതാവിൻ്റെ കയ്യിൽ കടിച്ച പാടുകൾ അടക്കമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള കിടക്കയൊക്കെ ചവിട്ടി കീറി എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു നമ്മളവരെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും നിലവിൽ 3-4 ദിവസം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് കാണിക്കുന്നില്ല. ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു അവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാർമസി ജീവനക്കാർക്കെതിരായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഡോക്ടർ നൽകിയ മരുന്നല്ല ഈ ഫാർമസി ജീവനക്കാർ നൽകിയിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പോലീസിൽ എന്തായാലും ഇവർ പരാതിപ്പെട്ടിട്ടില്ല. പോലീസിൽ പരാതിപ്പെടുന്ന കാര്യം, ഈ ആശുപത്രിയിൽ നിന്നും നടപടി ഉണ്ടായില്ല എങ്കിൽ പോലീസിനെ സമീപിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പരാതി വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അത്യന്തം ഗൗരവമുള്ളൊരു വിഷയമാണ്. മരുന്നിൻ്റെ ഡോസ് മാറി നൽകി എന്നുള്ളതാണ്. ഇത്രയും കൊണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് നിന്നു എന്ന് ആശ്വസിക്കുകയാണ് കുടുംബം. നിലവിൽ എന്തായാലും കുട്ടിക്ക് ആരോഗ്യ പ്രശ്നമില്ല എന്ന ആശ്വാസകരമായ കാര്യമാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കാനുള്ളത്. അമൽ, ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെ അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്ന? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ കുട്ടിക്ക് ഫിക്സിനൊക്കെ മരുന്ന് കഴിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കായാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിയ ശേഷം ആശുപത്രിയിൽ വരുമ്പോഴത്തെ അവസ്ഥയല്ല കുട്ടിക്ക് പിന്നീട് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. മരുന്ന് ലഭിച്ച ശേഷം, മരുന്ന് കഴിച്ച ശേഷം കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാകുന്നതാണ് കണ്ടത്. അങ്ങനെ ഈ കുട്ടിയുടെ പിതാവിൻ്റെ കൈയുടെ താഴെ ഇങ്ങനെ കടിച്ച് വെച്ചിരിക്കുന്ന പാടൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം കുട്ടി പ്രകോപിതനായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുട്ടി സാധാരണ നിലയിലേക്ക് തിരികെ എത്തി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നിലവിലെന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഈ മരുന്ന് ഇങ്ങനെ മാറി നൽകിയത് മൂലം ഭാവിയിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടിയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. അതിനാൽ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാനൊരു തീരുമാനത്തിലേക്കും അവരെത്തിയത്. ശരി അമൽ, നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും വളരെ ഗുരുതരമായൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് ഇനി ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഫാർമസിയിൽ നിന്നും തെറ്റി നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധന ആവശ്യമുണ്ട്.